നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ തരംഗമായി മാറിയത് അർജുൻ ആയങ്കിയാണ്. വാർത്തയിൽ വലിയ ഇടം അർജുൻ ആയങ്കിക്ക് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2:30 മണിയോടുകൂടി അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്നു. അതായത് പോലീസിനെ വെല്ലുവിളിച്ച് പിടിക്കാമെങ്കിൽ പിടിച്ചോ എന്ന് പറയുന്ന ഒരു ഗുണ്ടയായിരുന്നല്ലോ അർജുൻ ആയങ്കി. ആ അർജുൻ ആയങ്കിയെ ഇന്ന് വെളുപ്പിനോടുകൂടി, അതായത് 2:30 കണ്ണൂരിൽ ഒരു അഭിഭാഷകയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന അദ്ദേഹത്തെ പോലീസ് പിടിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓടിച്ചിട്ട് പിടിച്ചെന്നും മുറിയിൽ അകത്തിട്ട് പിടിച്ചുവെന്നും ഒക്കെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അർജുൻ ആയങ്കി അറസ്റ്റിലാണ്. അർജുൻ ആയങ്കിയെ ഒളിവിൽ കഴിയാൻ സഹായിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അടക്കം ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു വച്ചിരിക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും അർജുൻ ആയങ്കിയെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എറണാകുളത്തെത്തിക്കും. നാളെ കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാമ്യം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. കാപ്പ ചുമത്തുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്ന സൂചനയുണ്ട്. മാത്രമല്ല, നാളെ റിമാൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുമെന്നും സൂചനയുണ്ട്. തൽക്കാലം ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ നിരവധി കേസുകളുണ്ട്. ഇപ്പോൾ എന്തിനു ഓടിച്ചിട്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ അത് കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തി, പോലും ചെറുതായൊന്ന് ഭീഷണിപ്പെടുത്തി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നു. ആ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി കേൾക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്നു. അതിനുശേഷമാണ് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നത്. എന്നാൽ പിന്നെ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അർജുൻ ആയങ്കി സിനിമ സ്റ്റൈലിൽ കുറേ ഡയലോഗൊക്കെ വെച്ച് കാച്ചുന്നു. അതിനുശേഷം അർജുൻ ആയങ്കിയെ കേരളം മുഴുവൻ ഇട്ട് ഓടിക്കുന്നു. ഇപ്പോഴിതാ കണ്ണൂരിൽ നിന്ന് പിടിയിലായിരിക്കുന്നു. ഇതാണല്ലോ നമ്മൾ ഇന്ന് വാർത്തയിൽ കേൾക്കുന്നത്. അർജുൻ ആയങ്കിയുടെ പേര് നമ്മൾ കേട്ടു തുടങ്ങിയത് എപ്പോഴാണ്? അർജുൻ ആയങ്കിയുടെ പേരിന് നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക തരം തൊഴിലുമായി ബന്ധമുണ്ട്. ആ തൊഴിലെന്ന് പറഞ്ഞാൽ മാന്യമായ തൊഴിലൊന്നുമല്ല. ആ തൊഴിലെന്ന് പറഞ്ഞാൽ അധോലോകത്തുള്ള ഒരു തൊഴിലാണ്. അതായത് സ്വർണം പൊട്ടിക്കൽ. സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ കേരളം സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഹബ്ബായിരുന്നല്ലോ. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് മാഫിയൊക്കെ ഏതാണ്ട് പൊളിഞ്ഞ് പാളീസായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അങ്ങിങ്ങ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓരോ ദിവസവും സ്വർണ്ണക്കടത്ത് നടത്തിയതിൻ്റെ വാർത്തകളില്ലാത്ത ഒരു വർത്തമാന പത്രം നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ലായിരുന്നു. സ്വർണ്ണക്കടത്ത് നടത്തുന്നു, അതിൽ പിടികൂടുന്നു. എല്ലാ ദിവസവും വിമാനത്താവളത്തിനകത്തും പുറത്തുമൊക്കെയായിട്ട് സ്വർണ്ണക്കടത്ത് പിടികൂടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും മറ്റ് പല ദ്വാരങ്ങളിലൂടെയും ഒക്കെ ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന സ്വർണം, അത് പിടികൂടുന്ന വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആ സ്വർണ്ണക്കടത്ത് പിടികൂടുമ്പോൾ പ്രതികളായിട്ടുള്ള ആളുകളുടെ പേരുകൾ ശ്രദ്ധിച്ചാൽ അവർ ഒരു പ്രത്യേക തരക്കാരാണ്, പ്രത്യേക കമ്മ്യൂണിറ്റിയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. അതവിടെ ഇരിക്കട്ടെ. എന്തായാലും സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ഹബ്ബായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളം. സ്വർണ്ണക്കടത്ത് കേരളത്തിൽ വളരെയധികം തകൃതിയായി നടന്നതോടുകൂടി അതിൻ്റെ ഒരു സൈഡ് ബിസിനസ് എന്ന നിലയിൽ മറ്റൊരു ബിസിനസ് കൂടി കേരളത്തിൽ പച്ചപിടിച്ചു. കാരണം കേരളത്തിൽ വ്യവസായങ്ങളും തൊഴിലും ബിസിനസ്സുകളും വലിയ വലിയ ഫാക്ടറികളും ഒക്കെ കുറവാണല്ലോ. അപ്പോൾ ഒരു വ്യവസായം കേരളത്തിൽ നിന്ന് ഉടലെടുക്കുക, കേരളീയ തനിമയുള്ള ഒരു വ്യവസായം, അതാണ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. അതായത് സ്വർണം കടത്തുന്ന സംഘങ്ങളെ പിന്തുടർന്ന് സ്വർണം തട്ടിപ്പറിക്കുക, ഇതാണ് ഈ സ്വർണം പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ. അതായത് ഈ വിമാനത്താവളങ്ങളിൽ നിന്നും സ്വർണം വരുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഈ പൊട്ടിക്കൽ സംഘത്തിന് കിട്ടും. അങ്ങനെ വരുമ്പോൾ കസ്റ്റംസുകാർ കണ്ണടച്ച് കൊടുക്കാറുണ്ടല്ലോ. അങ്ങനെ വരുന്ന സ്വർണം വിമാനത്താവളത്തിന് പുറത്തേക്കെത്തി ഒരു വാഹനത്തിലായിരിക്കുമല്ലോ സ്വർണം സഞ്ചരിക്കുക, അതിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് സഞ്ചരിക്കുക. ഇതിനിടയിൽ വെച്ച് എവിടെയെങ്കിലും വെച്ച് ഈ സ്വർണം പൊട്ടിക്കൽ സംഘം ഇവരെ ചെയ്സ് ചെയ്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള സ്വർണം പിടിച്ചെടുക്കും. അങ്ങനെ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സ്വർണം കടത്തിക്കൊണ്ടുവരുന്നവർക്ക് അയ്യോ എൻ്റെ സ്വർണം പോയി എന്ന് പരാതിപ്പെടാൻ കഴിയില്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും പൊട്ടിക്കൽ സംഘങ്ങളുമായി ഒരു ഡീലൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഡീലുണ്ടാക്കുമ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ 60% കടത്തുകാരന്, 40% പൊട്ടിക്കലുകാരന്, ചിലപ്പോൾ 60% പൊട്ടിക്കലുകാരനും 40% കടത്തുകാരന്, ചിലപ്പോൾ 100% പൊട്ടിക്കലുകാരൻ കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള വളരെ വിചിത്രമായ കച്ചവടം, വളരെ രസകരമായ കേരളീയ തനിമയുള്ള കച്ചവടം ഇവിടെ നടന്നു വന്നിരുന്നു. ആ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അർജുൻ ആയങ്കിയുടെ പേര് കേൾക്കുന്നത്. ഏതാണ്ട് 6 കോടിയോളം രൂപയുടെ സ്വർണം, കടത്തിയ സ്വർണം ഈ അർജുൻ ആയങ്കിയും സംഘവുമൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന ഈ സർക്കാരിൻ്റെ കയ്യിലുള്ള കണക്ക്.
ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ, അതായത് ഒരു ആക്സിഡൻറ്റ്, ഒരു റോഡ് ആക്സിഡൻറ്റ് നടക്കുന്നു, 2 കാറുകൾ തമ്മിലോ മറ്റോ കൂട്ടിയിടിക്കുന്നു, അതിനകത്തുണ്ടായിരുന്നവർ മരിക്കുന്നു, അതിനകത്ത് നിന്നും സ്വർണം കണ്ടെടുക്കുന്നു. അപ്പോഴാണ് ഇത് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണമാണെന്ന് പോലീസിന് മനസ്സിലാകുന്നത്. ഈ ചേസ് ചെയ്ത സംഘം എന്ന് പറഞ്ഞാൽ അവർ പൊട്ടിക്കൽ സംഘം പിന്നാലെ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് ഈ അപകടം നടക്കുന്നത്. കാറുകൾ തമ്മിൽ ചേസ് ചെയ്യുമ്പോഴാണ് അപകടം നടക്കുന്നത് എന്നൊക്കെ പിന്നീട് മനസ്സിലാകുന്നു പോലീസിന്. അതിനുശേഷമാണ് ഈ പൊട്ടിക്കലിനെ കുറിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ കേട്ടു തുടങ്ങിയത്. പക്ഷേ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു കണക്ഷന് കൂടി പറയാൻ സാധിക്കും. അത് കേരളത്തിലെ CPM-ഉമായി ബന്ധപ്പെട്ട കണക്ഷനാണ്. അർജുൻ ആയങ്കി CPM-ലെ ചെറിയ പുള്ളിയൊന്നും ആയിരുന്നില്ല. CPIM-ലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വരെ അറിയാവുന്ന, അവരോടൊപ്പം തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നയാൾ. അത് DYFI-യുടെയോ SFI-യുടെയോ CPM-ൻ്റെയോ ഒക്കെ ഭാരവാഹി ആയിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് നിറയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിരോധിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള പോസ്റ്റുകളും ഉണ്ടാകാറുണ്ട്. എന്തായാലും ഇതാണ് ഈ അർജുൻ ആയങ്കിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതായത് സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം, ഉന്നത നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോഴാണ് ഈ അർജുൻ ആയങ്കിയെ പോലെയുള്ളവർ ഇവിടെ കിടന്ന് വിലസുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 4-5 തവണ ഇങ്ങനെ അർജുൻ ആയങ്കി പൊന്തി വരും. വാർത്താ മാധ്യമങ്ങളിൽ, നമ്മുടെ വാർത്താ ഇടങ്ങളിലേക്ക് അർജുൻ ആയങ്കി പൊന്തി വരും. എന്തെങ്കിലും ഒരു വിവാദവുമായിട്ടായിരിക്കും. അങ്ങനെ അർജുൻ ആയങ്കിയുടെ തനിനിറം നമ്മളെല്ലാം അറിയും. അതിനുശേഷം പാർട്ടിക്കെതിരെ 4 ഡയലോഗ് പറയുന്നു, പാർട്ടി തിരിച്ച് അർജുൻ ആയങ്കിക്കെതിരെ 4 ഡയലോഗ് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കാണുന്നത്. അതായത് ഇടയ്ക്കിടെ അർജുൻ ആയങ്കി പൊന്തി വരും, പിന്നീട് പതിയെ അർജുൻ ആയങ്കിയുടെ പേര് വാർത്തകളിൽ നിന്ന് മായും. അയാൾ പിന്നീട് ജയിലിലാവുന്നത് കാണാം, പിന്നീട് പുറത്തു പോകുന്നത് കാണാം. ഇതൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷേ അർജുൻ ആയങ്കി ഇങ്ങനെ വാർത്തകളിൽ പൊന്തി വരുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ചില ഗൂഢാലോചനകളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടി എന്ന ഒരു തോന്നൽ തീർച്ചയായും നമ്മുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. എന്തായാലും കേരളത്തിലെ പോലീസിനെതിരെ പോലും സ്വർണം പൊട്ടിക്കലിൻ്റെ ആരോപണം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പോലീസിനെതിരെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതായത് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കേരള പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് ചേസ് ചെയ്ത് പിടിച്ച് സ്വർണം കൈക്കലാക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചത് അന്നത്തെ ഭരണകക്ഷി MLA ആണ് എന്ന് നമ്മൾ ഓർക്കണം. അതിനോടൊപ്പം അർജുൻ ആയങ്കിയെയും നമുക്ക് ബന്ധിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഒരു കോമൺ ബന്ധു ഉള്ളത് CPM എന്ന പാർട്ടിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അർജുൻ ആയങ്കിയുടെ വാർത്ത ഇങ്ങനെ പൊന്തി വരുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട്. അതിനിടയിൽ ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘം ആകെ തകർന്ന് തരിപ്പണമായി പോകുന്നു. ഇപ്പോൾ സ്വർണ്ണക്കടത്ത് മാഫിയ ഏതാണ്ട് നശിച്ചു എന്ന് തന്നെ പറയണം. മാത്രമല്ല ഈ സ്വർണ്ണക്കടത്ത് ഇപ്പോൾ ലാഭകരമല്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം ഈ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം ആദായനികുതി ഉദ്യോഗസ്ഥന്മാർ, എന്തിനേറെ പറയുന്ന ED-യിലെ ഉദ്യോഗസ്ഥന്മാർ വരെ ഇപ്പോൾ ഒരൊറ്റ ഉത്തരവ് കൊണ്ട് പെൻഷനോ ശമ്പളമോ ഇല്ലാതെ വീട്ടിലിരിപ്പുണ്ട്. അതായത് ഒറ്റ പേപ്പറിലെ ഉത്തരവ് കൊണ്ട് ഡിസ്മിസലാണ്, സസ്പെൻഷനോ ഒന്നുമല്ല. ഇങ്ങനെ അഴിമതിക്ക് കൂട്ടുന്നതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ട്. നിരവധി ഉദ്യോഗസ്ഥരാണ് ഇതിനോടകം തന്നെ ഡിസ്മിസ് ചെയ്യപ്പെട്ടത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ ഇന്നിപ്പോൾ ഈ അർജുൻ ആയങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയെയും സംഘത്തിനെയും അർജുൻ ആയങ്കി വെല്ലുവിളിക്കുന്നു. രമേശ് ചെന്നിത്തല തിരിച്ച് അങ്ങോട്ട് വെല്ലുവിളിക്കുന്നു. കണ്ടാലുടൻ വെടിവെച്ച് താഴെ ഇടാനായിട്ട് ഉത്തരവ് വരുന്നു. അങ്ങനെ അസാധാരണമായ എന്തൊക്കെയോ കോലാഹലങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നത്. ഇന്നിപ്പോൾ പോലീസിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നത് കണ്ടു, തൃശ്ശൂരിൽ ഇയാൾ ചായയും പടയും കഴിക്കാൻ വന്നില്ലേ, അപ്പോൾ നിങ്ങൾക്ക് പിടികൂടായിരുന്നില്ലേ, എന്തിനാണ് കണ്ണൂരിൽ വെച്ച് പിടികൂടിയത്, പോലീസിനെ ഈ പ്രതി വട്ടം കറക്കിയില്ലേ എന്നൊക്കെയാണ്. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഞങ്ങളാരും പോലീസിൻ്റെ ഇയാളുടെ പുറകെ ഓടിയിട്ടില്ല, അയാളാണ് ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ തൃശ്ശൂരിൽ ചായയും വടയും കുടിക്കാൻ വന്നത് അത് അയാൾ വന്നതാണോ ഞങ്ങൾ അയാളെ എത്തിച്ചതാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്നൊക്കെ ആ ഉദ്യോഗസ്ഥനും പറയുന്നുണ്ട്. എന്തായാലും ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെയാണ് കേരള പോലീസ് ഇയാളെ വലയിലാക്കിയിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ ഊറ്റം കൊള്ളുകയാണ്. പക്ഷേ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതായത് അർജുൻ ആയങ്കി ഈ പറയുന്ന അഭിഭാഷകയുടെ, വനിതാ അഭിഭാഷകയുടെ വീട്ടിൽ ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അതിന് ചില ഈ കേരളത്തിലെ ചില വാർത്തകൾക്ക് വേണ്ട ഇരുവും പുളിവുമൊക്കെ ഉണ്ട്. എന്തായാലും ഈ വനിതാ അഭിഭാഷകയുടെ വീട്ടിലേക്ക് അർജുൻ ആയങ്കി എത്തിയെന്ന ക്രൂഷ്യൽ ഇൻഫർമേഷൻ പോലീസിന് നൽകിയത് ആരാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ വച്ച് കാച്ചുന്നുണ്ട്. അതായത് ഒരു ഓട്ടോയിലാണ് ഈ അർജുൻ ആയങ്കി ഈ പറയുന്ന അഭിഭാഷകരുടെ വീട്ടിലെത്തിയത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പോലീസിന് വിവരം നൽകിയത് എന്ന് മാധ്യമങ്ങൾ പറയുന്നു. മാധ്യമങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ പോലീസിന് ലഭിച്ച വിവരം പോലീസ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് എങ്കിൽ
ഈ കേരളത്തിലെ കിടുകിട വിറപ്പിക്കുന്ന ഗുണ്ടയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കിയെ മാത്രമേ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കൈവിലങ്ങിട്ട് സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുള്ളൂ. അർജുൻ ആയങ്കിയുടെ കൂടെ ഈ പറയുന്നത് പോലെ അർജുൻ ആയങ്കി വലിയ ഗുണ്ടയാണ്, മാഫിയ തലവനാണ്, അറിയില്ല. അങ്ങനെയാണ് എങ്കിൽ ഇയാളുടെ ആൾക്കാർ പുറത്തുണ്ടാകുമല്ലോ. അങ്ങനെ പുറത്തുള്ള ആളുകൾ, നിരവധി ആളുകൾ പുറത്തുള്ള ഒരു ഗുണ്ടാത്തലവനെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ആ ഇൻഫോർമറെ കുറിച്ചുള്ള വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി കൊടുത്തത് കേരള പോലീസിൻ്റെ എന്ത് ബുദ്ധിയാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആന മണ്ടത്തരമല്ലേ കേരള പോലീസ് കാണിച്ചു വെച്ചത്? എന്തിനാണ് ഈ ഇൻഫോർമറെ കുറിച്ചുള്ള വിവരം ഈ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത്? അത് പോലീസിൻ്റെ ഉള്ളിൽ തന്നെ ഉയരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? ഇനിയിപ്പോൾ ഗുണ്ടകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, സാമൂഹ്യ വിരുദ്ധരെക്കുറിച്ചുള്ള വിവരങ്ങൾ, ലഹരി മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഓപ്പറേഷൻ തൂഫാനൊക്കെ നടക്കുകയാണല്ലോ, ലഹരി മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങൾ, സമൂഹത്തിന് ദോഷമുണ്ടാക്കുന്ന ഭീകരപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇതൊക്കെ കേരള പോലീസിന് ആര് വിശ്വസിച്ച് തരാനാണ്?